നമസ്കാരം. ഗുജറാത്ത് തീരത്ത് നിന്നും ഏതാണ്ട് 115 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും ഒരു വിദേശ ബോട്ട് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ വിദേശ ബോട്ടിലുണ്ടായിരുന്നത് 4 ഇറാനിയൻ പൗരന്മാരായിരുന്നു. ആ ബോട്ട് നിറയെ സിഗരറ്റ് പാക്കറ്റുകളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം സിഗരറ്റ് പാക്കറ്റുകളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. വിപണിയിൽ ഏതാണ്ട് 2.5 കോടി മുതൽ 5 കോടി വരെ രൂപ വില ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കടത്തായിരുന്നു നടത്തിയത്. ഇത് സിഗരറ്റ് കള്ളക്കടത്താണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലാണ് ആഴക്കടലിൽ ഈ ബോട്ട് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ ബോട്ട് ഇവർ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനകത്തുണ്ടായിരുന്ന 4 ഇറാനിയൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇറാനിയൻ പൗരന്മാരായിട്ടുള്ള ആളുകളെയും ബോട്ടും കസ്റ്റഡിയിലെടുത്ത് പോർബന്തറിലേക്ക് കൊണ്ടുപോകുന്നു. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയുമാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകൾ കടൽ അതിർത്തികളിലൊക്കെ നടക്കാറുണ്ട്. ഇത്തരം സിഗരറ്റ് പാക്കറ്റാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിനകത്ത് ആയുധങ്ങളോ ലഹരി മരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഇതൊരു സിഗരറ്റ് പാക്കറ്റ് അല്ലേ എന്ന രീതിയിൽ സമാധാനിക്കാൻ ഇപ്പോൾ എന്തായാലും വകയില്ല. കാരണം ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകൾ നടക്കാറുണ്ട് എങ്കിൽ പോലും കള്ളക്കടത്തിൻ്റെ മറവിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകാവുന്ന തരത്തിൽ ചില ഭീകര മൂവ്മെൻറ്റുകളും നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ 4 ഇറാനിയൻ പൗരന്മാരെ ഒരുമിച്ച് ചോദ്യം ചെയ്യുകയുമാണ്. എന്തായാലും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടെന്നും ഈ കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ എത്രമാത്രം ജാഗ്രതയിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇന്ന് ഈ ഇറാനിയൻ ബോട്ട് അല്ലെങ്കിൽ ഒരു വിദേശ ബോട്ട് കണ്ടെത്തിയത്. വിദേശ ബോട്ട് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലേക്ക് കടന്നയുടൻ തന്നെ അത് കണ്ടെത്താനും അതിനെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്ത് അത് പരിശോധിച്ച് അതിനുള്ളിൽ എന്താണ് എന്ന് കൃത്യമായി കണ്ടെടുത്ത് അത് തീരത്തേക്ക് കൊണ്ടുവരാനും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നമ്മുടെ സേന സജീവ സന്നദ്ധമാണ് എന്നതാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. എന്തുകൊണ്ട് ഇത്രയധികം ജാഗ്രത അത് വളരെ പ്രധാനമാണ് എന്ന് ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, സത്യത്തിൽ ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ചേർന്ന് ഒരു സംയുക്ത കമാൻഡിന് രൂപം നൽകുകയും ആ സംയുക്ത കമാൻഡിന് കീഴിൽ ഒരു നാവികസേനയ്ക്ക് അവർ രൂപം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന ഭീകര സംഘടനകൾ നാവികസേന അല്ലെങ്കിൽ നാവിക വിഭാഗം ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ നാവിക വിഭാഗത്തിലേക്ക് നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. ഈ റിക്രൂട്ട് ചെയ്ത ആളുകൾക്ക് പാകിസ്ഥാനിൽ പലയിടങ്ങളിൽ വെച്ച് പരിശീലനവും നൽകുന്നുണ്ട്. പാകിസ്ഥാൻ തീരപ്രദേശത്ത്, അതുപോലെ തന്നെ പാകിസ്ഥാനിനുള്ളിലുള്ള ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങൾ, വലിയ കായൽ തീരങ്ങൾ, ഇവിടങ്ങളിലൊക്കെ വച്ചിട്ട് മുങ്ങൽ വിദഗ്ധർക്കും അതുപോലെ തന്നെ നാവികസേനയിലെ മറ്റ് ഭടന്മാർക്കും എല്ലാം വലിയ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുന്നതായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതവർ നടത്തുന്നത് റെസ്ക്യൂ ഓപ്പറേഷനുള്ള പരിശീലനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ ആ അപകടത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം എന്ന നിലയിലാണ് പാകിസ്ഥാനിൽ വ്യാപകമായി തന്നെ ഇത്തരം പരിശീലനങ്ങൾ നടത്തി വരുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ ചില ഉപസംഘടനകളാണ് ഇത് മുൻകൈയെടുത്ത് നടത്തുന്നത് എന്നാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതനുസരിച്ച് ചെറിയ ചെറിയ ബോട്ടുകളും മറ്റും സ്വന്തമാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കൃത്യമായി, പ്രത്യേകിച്ചും ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും എല്ലാം ഇന്ത്യയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഭീകര സംഘടനകളാണ്. അവ പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെയും പാക് സൈന്യത്തിൻ്റെയും നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇത്തരം സംഘടനകൾക്ക് ഇപ്പോൾ കരമാർഗം യാതൊന്നും ചെയ്യാനുള്ള നിവർത്തിയില്ല. ജമ്മു കാശ്മീർ മാത്രമായിരുന്നു അവരുടെ ഏക ആശാ കേന്ദ്രം. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീർ അവർക്ക് പറ്റിയ വിളനിലമല്ലാതായിരിക്കുന്നു. കശ്മീരിലേക്കുള്ള നുഴഞ്ഞുകയറ്റം അത് ഏറെക്കുറെ ഇപ്പോൾ അസാധ്യമായിരിക്കുന്ന സാഹചര്യമുണ്ട് ഏത് കാലാവസ്ഥയിലായതും. അതുകൊണ്ട് തന്നെ തീരപ്രദേശം വഴി അല്ലെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ഇന്ത്യയിൽ ആക്രമണം നടത്താനുമുള്ള പദ്ധതിയാണ് ഈ ഭീകര സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കള്ളക്കടത്തിൻ്റെ മറവിൽ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗങ്ങൾ കണ്ടെത്തുക, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തുക എന്നതും ഇത്തരത്തിലുള്ള ജലയാനങ്ങളുടെ ഉദ്ദേശമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടു
അറിയിപ്പോടുകൂടി തന്നെ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലേക്ക് കടന്നു കയറുന്ന അനധികൃതമായ ഇത്തരത്തിലുള്ള ബോട്ടുകളെയും കപ്പലുകളെയും എല്ലാം വളരെ ശക്തമായി തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഇറാനിയൻ ബോട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്നും വിദേശ സിഗരറ്റ് പെട്ടികൾ കണ്ടെടുത്തിട്ടുള്ളതും. എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. NIA-യുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.